ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന ഫേമസ് യൂട്യൂബേഴ്സിനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇത് ഏപ്രിലിൽ എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഏപ്രിലിൽ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അനിയൻ്റെ കല്യാണമായിട്ട് ഹസ്ബൻഡിൻ്റെ മുത്തച്ഛൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ പിന്നെ അങ്ങനെ കല്യാണം പ്രമാണിച്ചിട്ട് നമ്മൾ ഒരു മാസത്തെ ലീവ് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിലും അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ എല്ലാം ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടത് പിന്നെ എപ്പിഡ്യൂറൽ ഡെലിവറി സ്റ്റോറിയാണ് ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ വീഡിയോ എടുത്ത് വെച്ച് വീഡിയോസൊന്നും പിന്നെ എഡിറ്റ് ചെയ്യാനോ സൗണ്ട് കൊടുക്കാനുള്ള ടൈമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ കുറേ മടിയും എല്ലാം ഉള്ളതുകൊണ്ട് അപ്പോൾ കല്യാണം ഏപ്രിൽ 6 കല്യാണം എടുത്ത് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ചെക്ക് ഹേമന്ത്. പിന്നെ അപ്പോൾ അങ്ങനെ അനുഗ്രഹം എല്ലാം രാവിലെ വാങ്ങിച്ചിട്ട് ഞാനും അതുപോലെ തന്നെ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് അരി ഇടുന്നത് ഏട്ടൻ്റെ ഭാര്യ അടുത്തമ്മ എന്നുള്ള രീതിയിൽ അരി ഇടണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം കുറേ ചമ്മൽ വേണ്ടതെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് അങ്ങനെ അരി ഇട്ടിനേനും ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ അരി ഇടുന്നത്. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂർ ദൂരമുണ്ട് നമ്മുടെ പെണ്ണിൻ്റെ കല്യാണം നടക്കുന്ന ഓഡിറ്റോറിയത്തിലേക്ക്. പെണ്ണിൻ്റെ വീട്ടിൽ നിന്നല്ല, ഓഡിറ്റോറിയത്തിൽ നിന്നാണ് കല്യാണം നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഇവരെ യൂട്യൂബേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ലേനു. അവർ ഫ്രണ്ടിലേക്കായിട്ട് ചെയ്തിട്ടുള്ളത് അറിയാൻ കൂടിയില്ല. ഇങ്ങനെ ഫ്രണ്ടാന്നുള്ള കാര്യം കൂടെ പഠിച്ചുള്ള കാര്യമൊന്നും അറിഞ്ഞിട്ടില്ലേനു. പിന്നെ മോതിരം ഇടലിൻ്റെ ടൈമിലും ആ സമയത്ത് അവർ വന്നിട്ടൊന്നുമില്ല. ആ സമയത്ത് ഞാനും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഹസ്ബൻഡ് ഇല്ലായിരുന്നു നാട്ടിൽ, ഇലക്ഷന് പോയത് കൊണ്ട് ഇല്ലേനു. അപ്പോൾ കല്യാണത്തിന് പോകണമെന്നെല്ലാം രണ്ടുപേരും ഒരുമിച്ചിട്ട് പോകണമെന്നെല്ലാം ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കല്യാണത്തിന് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവസാനത്തെ ടൈമിലാണ് ഇങ്ങനെ ഇവർ വന്നിട്ടുണ്ടായിരുന്നുള്ള സായോജി, രേഷ്മ, പിന്നെ യൂട്യൂബേഴ്സ്. അപ്പം ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഹസ്ബൻഡ് പറഞ്ഞത് യൂട്യൂബറെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കണമെങ്കിൽ ഫോട്ടോ എടുത്തോ, വീഡിയോ എടുക്കണമെങ്കിൽ എടുത്തോ എല്ലാം പറഞ്ഞിട്ട് ഹസ്ബൻഡ് കുറേ നിർബന്ധിച്ചിട്ടാണ് പോയി സംസാരിച്ച്. നല്ല എന്താ പറയുക, നല്ല സിമ്പിളായിട്ട് എന്നാലും സായോജി എന്ന് പറയുന്ന ആ ഒരു ഏട്ടന് കുറച്ചൊരു ചമ്മൽ നാണലുണ്ടായിരുന്നു സംസാരിച്ചിന്. അതുപോലെ രേഷ്മ ഏച്ചിയല്ല, സെയിം ഏജ് തന്നെയാണ്. അങ്ങനെ അവരോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഭക്ഷണം കഴിച്ചോ ക്രിസ്ത്യനെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഒരു ജാടിയും ഇല്ലാത്ത നല്ലൊരു പ്രകൃതിയാണ് രണ്ടുപേരും. മൂപ്പര് പെട്ടെന്ന് തന്നെ ഒഴിഞ്ഞു മാറി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ സംസാരിച്ച് പിന്നെ വീഡിയോസിലും ഫോട്ടോസിലും കൂടെ അങ്ങനെ എടുക്കാൻ നിന്നിട്ടൊന്നുമില്ല. അതിപ്പോൾ നമ്മളിപ്പോൾ എടുക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരായ ഒരു തിരക്കിന് ഓഡിറ്റോറിയത്തിലായതുകൊണ്ട് പിന്നെ നമ്മൾ അധികം ബുദ്ധിമുട്ടിക്കാൻ പറ്റുന്നത് പിന്നെ വന്നിട്ടില്ല. അവർ ഫോട്ടോൻ്റെ കൂടെ ചെക്കൻ്റെ പെണ്ണിൻ്റെയും കൂടെ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നല്ലൊരു കല്യാണം. നമ്മൾ കല്യാണത്തിനായിട്ട് ലീവ് എടുത്തിട്ട് പോയതാണ് ഏപ്രിൽ 6 അങ്ങനെ കല്യാണത്തിനും കൂടിയിട്ട് ലീവ് ഫസ്റ്റ് എടുത്തതാണ്. പക്ഷത്തെ പേരത്തിന് നമുക്ക് കുറച്ചധികം സെലിബ്രിറ്റീസിനെ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിലും പിന്നെ ആസിഫ് അലി, അശ്വതി ശ്രീകാന്ത്, പിന്നെ ശിവകാർത്തികേയൻ ഒരു മിന്നായം പോലെ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ യൂട്യൂബേഴ്സ് അങ്ങനെ ഇവരെല്ലാം കുറിച്ച് കാണാൻ പറ്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുജറാത്തിലെ വീഡിയോസിലായിട്ട് പിന്നെയും വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.